ഇന്നത്തെ വീഡിയോ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ 3 വയർ അല്ലെങ്കിൽ പുഷ് ബട്ടൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് VFD-നെ റൺ ചെയ്യാം, പ്രോഗ്രാം ചെയ്യാം, അതിന് വയറിംഗ് എല്ലാം ചെയ്യാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെയായിട്ട് ഒരു സുഹൃത്ത് നമുക്കൊരു കമന്റ് അറിയിക്കുകയുണ്ടായി. ഞാൻ അതിൽ കാണിച്ചിരിക്കുന്ന ഡ്രോയിങ് പ്രകാരമല്ല ഞാൻ എന്റെ വയറിംഗ് കൊടുത്തിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിരുന്നത്. രണ്ട് രീതിയിൽ ചെയ്താലും കറക്റ്റ് ആണ്. ഞാൻ ഡ്രോയിങ് MI3 അതായത് കോമൺ ആയിട്ട് വരുന്ന NO കോമൺ ആയിട്ട് വരുന്ന ലൂപ്പ് MI3 കണക്ട് ചെയ്യണം എന്നായിരുന്നു ഞാൻ ഡ്രോയിങ് പ്രകാരം കൊടുത്തിരുന്നത്. ഞാൻ ഇവിടെ കണക്ട് ചെയ്തിരുന്നത് അതായത് DCM കോമൺ മോഡിലാണ് കണക്ട് ചെയ്തത്. ഈ രണ്ട് രീതിയിൽ വയറിംഗ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഡ്രൈവ് റൺ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് വയറിംഗ് ഒന്ന് മാറ്റി റൺ ചെയ്ത് നോക്കിയാലോ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ കാണിച്ചിരിക്കുന്ന ഡ്രോയിങ് പ്രകാരം തന്നെ ഞാൻ വയറിംഗ് ചെയ്തിട്ടുണ്ട്. അതായത് രണ്ട് പുഷ് ബട്ടൺ നമ്മുടെ കയ്യിലുണ്ട്. അതായത് കോമൺ, അതായത് ഈ NO ലൂപ്പ് കോമൺ ചെയ്ത വയർ ഞാൻ MI3 തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആദ്യത്തെ വയർ ഞാൻ MI1-ലും അതുപോലെ NCയുടെ ലാസ്റ്റ് ഞാൻ DCM കോമണിലും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ. ഇത് നമ്മുടെ ശരിക്കും ഡ്രോയിങ് പ്രകാരമുള്ള വയറിംഗ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ മോട്ടർ റൺ ആവുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ആവുന്നുണ്ട്. അപ്പൊ ഈ വയറിംഗ് ഡയഗ്രം കറക്റ്റ് ആണ്. അടുത്ത രീതിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കൊടുത്തൊരു വയറിംഗ് എന്ന് പറയുന്നത് ഈ കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ലൂപ്പ് വയർ ഞാൻ DCM-ലാണ് കണക്ട് ചെയ്തത്. നമുക്കൊന്ന് മാറ്റി കൊടുത്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ റൺ ആവുന്നുണ്ടായിരുന്നു. ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വയറിംഗ് മാറ്റി ചെയ്യുന്നത്. കോമൺ ആയിട്ടുള്ള വയർ ഞാൻ DCM-ൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ NC എന്ന് വരുന്നത് അതായത് സ്റ്റോപ്പ് ബട്ടണിൽ വരുന്നത് ഞാൻ MI3-ലും കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തും സ്റ്റോപ്പ് ആവുന്നുണ്ട്. അപ്പൊ രണ്ട് രീതിയിലും നമുക്ക് വയറിംഗ് ചെയ്ത് കഴിഞ്ഞാലും പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഡ്രൈവ് റൺ ആവുന്നതായിരിക്കും. അപ്പൊ നമ്മൾ രണ്ട് രീതിയിലും വയറിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഡ്രൈവ് റൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇതുവരെയായിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ പഠിക്കാൻ താല്പര്യമുള്ളവർ അതായത് PLC, HMI, VFD അവർക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.